സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി തെളിഞ്ഞു. തൻ്റെ IPS ഓഫീസറായ അനിയൻ കൃത്യസമയത്ത് കരുക്കൾ നീക്കിയതാണെന്ന് അവന് ഉറപ്പായിരുന്നു. നീതിയുടെ കളിക്കളത്തിൽ അനിയൻ്റെ പങ്ക് വലുതാണെന്നും അവന് തോന്നി. അഭിരാമിൻ്റെ വീട് ദാരിദ്ര്യത്തിൻ്റെ നീൽ വീണതായിരുന്നു. കോളേജിലെ ആ ചെറിയ ലെക്ചർ ശമ്പളം കൊണ്ട് വേണമായിരുന്നു അവന് രോഗിയായ അച്ഛൻ്റെ മരുന്നും വീട്ടുചെലവിനും പണം കണ്ടെത്താൻ. പൊട്ടിപ്പൊളിഞ്ഞ ആ പഴയ വീടിൻ്റെ ചുവരുകൾക്കിടയിൽ ഒതുങ്ങുന്നതായിരുന്നു അവൻ്റെ ലോകവും. ആ സാഹചര്യത്തിലാണ് രുദ്രൻ തൻ്റെ വാഗ്ദാനവുമായി അവന് മുന്നിലെത്തിയത്. രുദ്രൻ്റെ വാക്കുകൾ കല്ലേറുപോലെ അവൻ്റെ മനസ്സിൽ മുറിപ്പെടുത്തി. അഭിരാം, നിനക്ക് സ്നേഹം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാമല്ലോ. ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ കഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു പുതിയ ജീവിതം? അനഘയുമായുള്ള വിവാഹത്തിൽ നിന്ന് നീ പിന്മാറണം. പകരം കൊച്ചിയിൽ സുഖമായി കഴിയാൻ ഞാൻ നിനക്കൊരു വില്ല തരാം. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബാക്കി കാലം രാജകീയമായി കഴിയാൻ നിനക്ക് കിട്ടുന്ന ഒരു അവസരമാണിത്. അത് പാഴാക്കരുത്. രുദ്രൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു താക്കീത് പോലെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു. നാളെ രാവിലെ നിന്റെ മറുപടി എനിക്ക് കിട്ടണം. വിവാഹ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാൻ നീ തയ്യാറാണെങ്കിൽ മാത്രം എനിക്ക് മറുപടി അയച്ചാൽ മതി. ഇല്ലെങ്കിൽ നീ ആ പന്തലിലേക്ക് വരരുത്. അന്ന് രാത്രി അഭിരാം ഉറങ്ങിയില്ല. ഒരു വശത്ത് താൻ പ്രാണനായി സ്നേഹിച്ച അനഘ, മറുവശത്ത് ദുരിതത്തിൽ കഴിയുന്ന തൻ്റെ കുടുംബം. സ്നേഹത്തേക്കാൾ വലുത് കടമയാണെന്ന് ആ പാവപ്പെട്ട ലെക്ചറുടെ മനസ്സ് അവനോട് മന്ത്രിച്ചു. കണ്ണുനീരോടെ അവൻ ഫോണെടുത്ത് രുദ്രൻ ആ വോയിസ് മെസ്സേജ് അയച്ചു. എനിക്ക് സമ്മതമാണ് സർ. എനിക്ക് ആ വില്ല മതി. ഞാൻ വിവാഹ നിശ്ചയത്തിൽ നിന്നും പിന്മാറിക്കോളാം. തൻ്റെ ഉള്ളിലുള്ള പ്രണയത്തെ മായ്ച്ചു കളയാൻ അവന് കഴിയില്ലായിരുന്നു. എങ്കിലും രോഗിയായ അച്ഛനെയും അമ്മനെയും ചേർത്ത് പിടിച്ച് ആ രാത്രിയിൽ തന്നെ അവൻ തൻ്റെ പഴയ വീടിൻ്റെ പടിയിറങ്ങി. കൊച്ചിയിലെ തിരക്കുള്ള നഗരത്തിൽ രുദ്രൻ ഒരുക്കിയ പുതിയ ഫ്ലാറ്റിലേക്ക് അവർ താമസം മാറി. ആ വലിയ വീടിൻ്റെ തണുപ്പിലിരുന്ന് നഷ്ടപ്പെട്ട സ്നേഹത്തെ ഓർത്ത് അവൻ വിതുമ്പിപ്പോയി. രാഘവൻ്റെ വീട്ടുമുറ്റം ഇന്ന് ഒരു സ്വർഗപുരിതം പോലെ ഒരുങ്ങി നിൽക്കുകയാണ്. ഇളം ക്രീം നിറമുള്ള തിരശീലകൾ കാറ്റിൽ മെല്ലെ ആടുന്നു. ചുവന്ന പരവതാനി വിരിച്ച വേദിയിൽ സ്വർണ്ണ നിറത്തിലുള്ള കൊത്തുപണികളോട് കൂടിയ ആ സിംഹാസനം രാജകീയമായി തന്നെ ഇരുപ്പുറപ്പിച്ചിട്ടുണ്ട്. അതിനു മുകളിൽ ചുവന്ന താമരപ്പൂക്കൾ കൊണ്ട് തീർത്ത വലിയൊരു താമരയും വിരിഞ്ഞു നിൽക്കുന്നു. അത് സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി ആ പന്തലിന് മുഴുവൻ ശോഭ പകർന്നു. മഞ്ഞയും വെള്ളയും പൂമാലകൾ പച്ചിലകൾക്കിടയിലെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ചന്തവുമാണ്. ലൈറ്റുകൾ വെളിച്ചത്തിൽ ആ വേദി ഒന്നുകൂടി തിളങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ ഉടക്കിയത് വേദിയിലേക്ക് ആനയിക്കപ്പെട്ട ആ ചുവടുകളിലായിരുന്നു. അനഘയെയും സിദ്ധാർത്ഥിനെയും അലങ്കരിച്ച കസേരകളിലേക്കിരുത്തി സിദ്ധാർത്ഥൻ്റെ അരികിലിരിക്കുന്നവളെ ഒന്ന് ഒളിഞ്ഞു നോക്കി. അവൻ്റെ നെഞ്ചിടിപ്പ് വീണ്ടും വർദ്ധിച്ചു. തൻ്റെ പ്രാണൻ, തൻ്റെ മാത്രം തുളസി കതർ. ഓറഞ്ച് നിറത്തിലുള്ള ആ ലഹങ്കയിൽ അവളൊരു സ്വർഗീയ സുന്ദരിയെ പോലെ അവന് തോന്നിപ്പിച്ചു. അവളുടെ മുഖത്തെ നാണം കലർന്ന പുഞ്ചിരി ആ പന്തലിലെ മുഴുവൻ വിളക്കുകളെക്കാളും തിളക്കമുള്ളതായിരുന്നു. അപ്പുറത്ത് ശങ്കരൻ മാഷും ഭാര്യയും അനഘയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാഷിൻ്റെ കണ്ണുകളിൽ ഒരു തരം വാത്സല്യവും അത്ഭുതവും നിറഞ്ഞു നിന്നു. അദ്ദേഹം ഭാര്യയുടെ അരികിലേക്ക് നീങ്ങി നിന്ന് പതുക്കെ പറഞ്ഞു. നോക്കിക്കേ ലക്ഷ്മി, നമ്മുടെ അനഘമോളെ കണ്ടില്ലേ? ശരിക്കും ഒരു ദേവതയെ പോലെ ഉണ്ട്. നല്ല ഐശ്വര്യമുള്ള കുഞ്ഞല്ലേ? വിധി ഓരോന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എത്ര ശരിയാ. അവൾക്ക് ചേർന്ന ഒരാളെ തന്നെ ദൈവം കൊണ്ടുകൊടുത്തു. അനഘയുടെ അച്ഛൻ രാഘവൻ ഇതൊക്കെ കണ്ട് ദൂരെ മാറി നിൽക്കുകയാണ്. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും പുറത്ത് ഗൗരവം വിടാതെ അദ്ദേഹം ആ പന്തലിലെ ഓരോ ഒരുക്കങ്ങളും നോക്കിക്കണ്ടു. മകളുടെ ജീവിതം സുരക്ഷിതമായ കൈകളിലാണെന്ന് തിരിച്ചറിവ് അയാളുടെ മനസ്സിന് വലിയൊരു ആശ്വാസം തന്നെയാണ്. നാട്ടുകാർക്കിടയിലെ മുറുമുറുപ്പുകളൊക്കെ എന്നെ മാഞ്ഞുപോയി. ഇപ്പോൾ അവിടെ ഉയർന്നു കേൾക്കുന്നത് മംഗളകരമായ നാദസ്വരവും ഒരു നല്ല കാര്യത്തിന് സാക്ഷിയാവാൻ വന്നവരുടെ സ്നേഹം നിറഞ്ഞ സംസാരങ്ങളും മാത്രമായിരുന്നു. നിശ്ചയ മണ്ഡപത്തിൽ മംഗളകരമായി കത്തിയിരുന്ന നിലവിളക്കിന് മുന്നിൽ ഭക്തിനിർഭയമായ അന്തരീക്ഷം. പൂജാരി മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ സിദ്ധാർത്ഥിനോടും അനഘയോടും പറഞ്ഞു. ഇനി നിലവിളക്കിനെ സാക്ഷിയാക്കി മോതിരം കൈമാറിക്കോളൂ. അനഘ പതുക്കെ തലയുയർത്തി സിദ്ധാർത്ഥിനെ നോക്കി. ക്രീം നിറത്തിലുള്ള ഷർവാണിയിൽ അവനൊരു രാജകുമാരനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ നോട്ടം കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു.
കൈ നീട്ടി കുടിക്കും മോളെ. സിദ്ധാർത്ഥിന്റെ അമ്മ വാത്സല്യത്തോടെ അനഘയുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. അനഘയുടെ മനസ്സ് ഒരു നിമിഷം പാളിപ്പോയെങ്കിലും അവൾ തന്റെ വിരലുകൾ സിദ്ധാർത്ഥിന് നേരെ നീട്ടി. അവൻ പോക്കറ്റിൽ നിന്നും ഒരു ചുവന്ന വെൽവെറ്റ് ബോക്സ് പുറത്തെടുത്തു. അത് തുറന്നതും ഉള്ളിലുള്ള വലിയൊരു വജ്രമോതിരം പ്രകാശത്തിൽ മിന്നിത്തിളങ്ങി. സിദ്ധാർത്ഥ് അവളുടെ പൂ പോലെയുള്ള വിരലുകളിൽ ആ മോതിരം പതിയെ അണിയിച്ചു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ആ വിരലുകൾ അവൻ പതുക്കെയൊന്ന് ചുംബിച്ചു. അതെല്ലാം ആര് കൃത്യസമയത്ത് തന്നെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ആ സ്പർശനത്തിൽ അനകൊന്ന് വിറച്ചുപോയി. അവളുടെ മുഖത്ത് നാണം പടർന്നു. പിന്നീട് ഫോട്ടോഗ്രാഫർമാരുടെ തിരക്കായിരുന്നു. സാർ, മാഡത്തിന്റെ തോളിൽ കൈ ചേർത്ത് പിടിച്ച് ആ നിലവിളക്കിലേക്ക് നോക്കി നിൽക്കൂ. ഇനി രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി ആ മോതിരമൊന്ന് കാണിക്കൂ. ഓരോ പൊസിഷനും അവർ അതീവ സുന്ദരന്മാരായി കാണപ്പെട്ടു. ആ ഫോട്ടോസിലെല്ലാം സിദ്ധാർത്ഥ് തൻ്റെ സന്തോഷം അടക്കാനാവാതെ ആ നിമിഷം തന്നെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും സ്റ്റോറിയായി പങ്കുവച്ചു. അതേസമയം കൊച്ചിയിലെ തണുത്ത ഫ്ലാറ്റിൽ ഒരു മൂലക്കിരുന്ന് അഭിരാം തൻ്റെ ഫോണിലേക്ക് നോക്കുകയാണ്. സ്റ്റോറിയിൽ തെളിഞ്ഞു വന്ന ആ ചിത്രം അവൻ്റെ നെഞ്ചിൽ ഒരു ആണി തറയ്ക്കുന്നത് പോലെ തോന്നി. തൻ്റെ പാതിയാകേണ്ടവൾ എന്ന് മറ്റൊരാൾക്ക് സ്വന്തമായി. അവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരൊറ്റ തുള്ളി കണ്ണുനീർ ഫോൺ സ്ക്രീനിലേക്ക് അടർന്നു വീണു. ആ ചിത്രം മങ്ങിപ്പോയി. ഇനി ഞാൻ അവളെ മറന്നേ പറ്റൂ. അവളിപ്പോൾ മറ്റൊരാളുടെ ജീവിതമാണ്. അവൻ സ്വയം മന്ത്രിച്ചുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പുറത്തിരുന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അമ്മ. മെല്ലെ അവൻ്റെ അരികിലേക്ക് വന്നു. മകൻ്റെ വേദന ആ അമ്മയുടെ ഉള്ളുലച്ചു. അവർ അവൻ്റെ തലോടിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല മോനെ, എല്ലാം വിധിയാണെന്ന് കരുതിയാൽ മതി. നീ ഒരുപാട് സ്നേഹിച്ചതാ അവളെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ സാഹചര്യം ഇങ്ങനെയായി പോയില്ലേ. എല്ലാം മറക്കാൻ ശ്രമിക്കൂ. നിനക്ക് നല്ലൊരു കാലം ദൈവം തരും, നല്ലൊരു പെണ്ണിനെയും. അഭിറാം ഒന്നും മിണ്ടാതെ അമ്മയുടെ മടിയിലേക്ക് തലചായ്ച്ചു. തൻ്റെ സങ്കടങ്ങളെല്ലാം അവൻ്റെ ഉള്ളിലൊതുക്കി. പുറത്ത് കൊച്ചി നഗരം ഉറക്കത്തിലേക്ക് നയിക്കുമ്പോഴും അവൻ്റെ ഉള്ളും നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ ഓർമ്മകൾ വേലിയേറ്റം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അമ്മ അപ്പോഴും മകൻ്റെ തലയിൽ തലോടിക്കൊണ്ടേയിരുന്നു.